നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഈ മാവ് എൻ്റെ വീട്ടിലുള്ള കാലാപ്പാടി വിഭാഗത്തിൽപ്പെട്ട മാവാണ്. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 2 നല്ല രീതിയിൽ മഴ തരുന്നു. സാധാരണ ഈ മാവിന് മഴക്കാലത്ത് പൊതുവെ ഫംഗിസൈഡിൻ്റെ അസുഖം ഉണ്ടാകും. ഈ കണ്ടില്ല, ഈ കമ്പ് ഉണക്കം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇത് ഡൈബാക്ക് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. സാധാരണ ഇത് ഉണ്ടാവാറ് മറ്റു കാലയളവിലൊക്കെ വർഷക്കാലം കഴിഞ്ഞ് ഏകദേശം മഴ കഴിഞ്ഞോ വേനലിൻ്റെ തുടക്കത്തിലാണ് ഇത് ഉണ്ടാവാറ്. പക്ഷെ ഇത് നേരത്തെ തന്നെ തുടങ്ങി. ഇതിന് ഒരു കാര്യം നമ്മൾ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. അതായത് മഴൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അടിയൊക്കെ വൃത്തിയാക്കി നമ്മൾ ശരിക്ക് ഫംഗിസൈഡ് തെളിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ഇത് തന്നെയുമല്ല, ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു മാവും കൂടെ ഉണ്ട്. ആ മാവും കൂടി ഇതാണ് ആ മാവ്. ഏകദേശം ഇത് രണ്ടും കൂടെ തന്നെ ഒരു 10-15 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇതിൽ ഏകദേശം പൂവായി വന്നിട്ടുണ്ട്. ഇതിപ്പം ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് ആയി. ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ പൂക്കുന്നുണ്ട് എങ്കിൽ കൂടി, പക്ഷെ അത് കണ്ടില്ല, പൂവ് വ്യക്തമായി കാണാൻ കൂട്ടുകാർക്ക് പറ്റുന്നോ എന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്ന് സൂര്യൻ്റെ ചെറിയൊരു ശല്യമുണ്ട്. ഇത് ഉണ്ടാവുള്ളതെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ കാണാമെന്ന് തോന്നുന്നുണ്ട്. പൂത്തൊരു മാവാണ്. ഇതും അതേ കാലാപ്പാടി വിഭാഗത്തിൽപ്പെട്ട മാവ് തന്നെയാണ്. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മാവിൻ്റെ അത്ര തുടക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലെ കമ്പ് വളരെ വേഗമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫംഗസിൻ്റെ സംഭവങ്ങൾക്ക് കാണാം. പൊടിയായിട്ട് തന്നെ ഫംഗസ് കാണാൻ പറ്റുന്നതാണ്. സാധാരണ മഴക്കാലത്തിന് ശേഷവും വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈർപ്പവും ഒപ്പം ഉയർന്ന താപനിലയും ഒരുമിച്ച് വരുന്ന സമയത്താണ് ഫംഗസ് ബാധ കൂടുതൽ സജീവമാകുന്നത്. മാവിൻ്റെ തടികളിലുണ്ടാകുന്ന മുറിവുകളിലൂടെയോ അഥവാ കീടങ്ങൾ വരുത്തുന്ന കേടുപാടുകളിലൂടെയോ ആണ് ഫംഗസ് മരത്തിനുള്ളിലേക്ക് കടന്നുകൂടുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട രീതി, ഈ രോഗം ബാധിച്ച കമ്പുകൾ ഏകദേശം ഒരു 2-3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട്, അതായത് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച കാണുന്ന ഭാഗം വരെയുള്ള ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയ ശേഷം നമുക്ക് ഫംഗിസൈഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ള വിധം കൂടി ഇതോടൊപ്പം കാണിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു കട്ടർ, അത് ചെടികൾ കമ്പൊക്കെ വെട്ടുന്ന കട്ടർ, നല്ല വൃത്തിയുള്ള കട്ടർ തന്നെ ആയിരിക്കണം. അത് നമ്മൾ സാനിറ്റൈസർ വെച്ചിട്ടൊന്ന് സാനിറ്റൈസിങ് ചെയ്യുന്നത് നല്ലതാണ്, മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. കട്ടർ തന്നെ വേണമെന്നില്ല, കത്തിയുള്ളവർക്കാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയായാലും മതി, അതുപോലെ കത്രിയായാലും പറ്റും. പിന്നെ വേണ്ടത് നമുക്ക് ഇത്രയും സാധനങ്ങളാണ്. കുമിൾനാശിനി വേണം, അതായത് സാഫ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഈ ബോഡോമിക്സ് മിശ്രിതം ഉണ്ടല്ലോ, അത് പേസ്റ്റായിട്ട് കലക്കിയാലും മതി. പിന്നെ ഒരു ബ്രഷ്, ഒരു പാത്രം വേണം, പിന്നെ കുറച്ച് വെള്ളം. ഇത് പേസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്, എൻ്റെ അടുത്ത് മറ്റ് കുമിൾനാശിനി ഇല്ലാത്തത് കാരണം ഞാൻ ഈ വെറ്റ് സൾഫറാണ് ഉപയോഗിക്കുന്നത്. വെറ്റ് സൾഫർ ഒരു ഫംഗിസൈഡാണ്, നമുക്ക് ഇത് ഉപയോഗിക്കാം തൽക്കാലം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതേപോലെ സാഫ്, ബോഡോ മിക്സഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം നമുക്ക്. ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. വെള്ളത്തിലിങ്ങനെ ഇത് ചെയ്യാനുള്ളതല്ല. അതിന് നമ്മൾ തടികളൊക്കെ ആദ്യം വൃത്തിയാക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കൂടുതലാവരുത്, വെള്ളം കൂടാണ്ട രീതിയിൽ തന്നെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. നമുക്ക് ബ്രഷിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ കമ്പിലൊക്കെ അടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കമ്പിലടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു കാര്യം കൂടി വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കമ്പ് ശരിക്കും വൃത്തിയാക്കണം. മഴൻ്റെ കാറ് നന്നായിട്ടുണ്ട്, മഴ സീസണാണ്. അപ്പം ശരിക്കും ഇത് കുറച്ചും കൂടി കട്ടിയാവേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഒന്നാമത് ഞാൻ മഴ വരുന്നതിന് മുന്നേ ചെയ്യാൻ കരുതിയിട്ട് പെട്ടെന്ന് ചെയ്ത് ഇത് കമ്പിൽ മൊത്തത്തിൽ അടിക്കണം കേട്ടോ.
ഈ പേസ്റ്റ് ആക്കി വെച്ച സാധനം നമ്മൾ കമ്പിൽ മൊത്തം അടിക്കണം. അപ്പോൾ ഈ ഫംഗസ് ബാധ ഇല്ലാത്ത കമ്പിലും അല്ല മൊത്തം അതേപോലെ ഇതിൻ്റെ ഈ ചുവട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ചെടിയുടെ ചുവടിൽ നമ്മൾ ഈ ചുവട് കൂടിയൊക്കെയാണ് ഈ ഫംഗസ് ബാധ തടിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാണ്. അത് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മൾ ചെടിയുടെ താഴ്ഭാഗത്ത് മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമ്മൾ അടിക്കണം. എത്തുന്ന തന്നെ മാക്സിമം എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് കൂടുതൽ. ഇതൊന്നും ഹൈറ്റ് ഇല്ലാത്ത ചെടികളാണ്. ഹൈറ്റുള്ള ചെടികളാകുമ്പോൾ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന അത്രയും മുകളിലേക്ക് ഇത് അടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇനി നമ്മൾ ചെയ്തതിൻ്റെ പേസ്റ്റ് ബാക്കി വന്നു കഴിഞ്ഞാൽ അതും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് പെസ്റ്റിസൈഡും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ചെടിയെ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാം. എന്നിട്ട് തടിയിലൊക്കെ നന്നായിട്ട് അടിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴ്ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പിന്നെ 1 ലിറ്റർ വെള്ളം വേണം. 1 ലിറ്റർ വെള്ളം ഫംഗിസൈഡ്. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചതിന് ബാക്കി വന്ന സാധനമാണത്. പക്ഷേ ഫംഗിസൈഡ് സൾഫർ അതും കൂടെ ഈ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഫുള്ളായിട്ട് 1 ലിറ്റർ ആക്കണം നമുക്ക്. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ എടുക്കുക. അത് കൂടാണ്ട് വേണ്ടത് നമുക്ക് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡാണ് വേണ്ടത്, കീടനാശിനി. കൊലക്ക് അങ്ങനെ തുടങ്ങി. ഞാനിപ്പോൾ അതിൻ്റെ ബ്രാൻഡൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന ഒരു ടാറ്റയുടെ ഒരു കൊലക്ക് ഇവിടെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ഏകദേശം അതേപോലത്തെ ഒരു കീടനാശിനിയാണ്. അത് ഏകദേശം ഒരു 2 ml എടുക്കണം. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ml കീടനാശിനിയും കൂടി ചേർത്ത് ഈ ഫംഗിസൈഡും കീടനാശിനിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രോഗം ഫംഗസ് ബാധയാണ്. അപ്പോൾ അതിന് നമ്മൾ കുമിൾനാശിനിയാണ് തെളിക്കേണ്ടത്. സാധാരണ രീതിയിൽ നമുക്ക് 1% വീര്യമുള്ള കുമിൾനാശിനി തെളിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ ഫംഗിസൈഡും കൂടി ചേർത്ത് നമ്മൾ ചെയ്യുകയാണ്. ഇനി മറ്റൊരു ഇപ്പോൾ പൂവിട്ടതും കൂടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫംഗിസൈഡും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്ന സമയം വളരെ ഇതിൽ പ്രാധാന്യമാണ്. ഒന്നാമത് ഈ ഒരു അന്തരീക്ഷമായിരിക്കണം. കൂടുതൽ വെയിലും പാടില്ല, കൂടുതൽ മഴയും പാടില്ല. മഴ തീരെ പാടില്ല എന്ന് തന്നെ കരുതണം. അപ്പം ശരിക്കും മഴ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പെയ്തു തീർന്നിട്ടാണ്. കൂട്ടുകാരോട് ഞാനത് പറയാതിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു. കാര്യം നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പണികളൊക്കെ വെറുതെ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സംശയം ഇല്ലാതില്ല. കാര്യം അത്ര ഇതായിട്ട് ചെയ്തില്ല, എങ്കിലും ചാറിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടികളെ മൊത്തത്തിൽ കുളിപ്പിക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചെടി അപ്പോൾ നേരത്തെ വളരെ സ്ലോയിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ചെടികൾ മൊത്തം കാര്യം ഇതിനെ നന്നായിട്ട് ബാധിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഇത് പൂവും കൂടി ഉള്ളതാണ്. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഫംഗിസൈഡ് അതേപോലെ പെസ്റ്റിസൈഡ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് അടിച്ചു കൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഡെയിലി ദിവസം തന്നെ നമ്മുടെ ചെടികളെ ചുവട്ടിൽ പോയിട്ട് എന്താണ് രോഗം വരുന്നത് എന്താണെന്ന് നോക്കി എന്തെങ്കിലും ഇല മുരടിപ്പ് ഉണ്ട് അതിന് നുള്ളിക്കള. ഏറ്റവും വലിയ ഫംഗിസൈഡ് നമ്മൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് 100% ഇത് ഫലപ്രദമായിരിക്കും. കാരണം ഞാൻ നേരത്തെ മാവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് വളരെയധികം കുറവുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ശ്രദ്ധയിൽ നിന്ന് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ പറ്റാൻ കാരണം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. നന്ദി, നമസ്കാരം.